അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തക്കൻ. അപ്പോൾ സമൂസയ്ക്കുള്ള ഫില്ലിംഗ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. കിഴങ്ങും ക്യാരറ്റും സവോള പിന്നെ കുറച്ച് ക്യാപ്സിക്കം ക്യാബേജ് അതെല്ലാം കൂടിയിട്ടിട്ടൊന്ന് എണ്ണയൊക്കെ ഒഴിച്ച് വഴറ്റി കുറച്ച് ചിക്കൻ മസാല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വഴറ്റി റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെയുള്ള വീഡിയോ ആണ്. അപ്പോൾ ചിക്കൻ എടുത്തിട്ട് വന്നിരുന്നു കേട്ടോ. ചിക്കൻ എടുത്തിട്ട് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ചിക്കൻ കറിയും കൂടെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഒരു കോഴിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാനതിൽ 3 ഭാഗമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസം അത് കറി വെക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഇന്നൊരു ദിവസം പിന്നെ 2 ദിവസത്തിന് കറി വെക്കാനാണ്. അപ്പോൾ ഞാൻ കുറച്ച് കോഴിയിലേക്ക് കുറച്ച് കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും അതെല്ലാം കൂടി ഇട്ടിട്ട് കറി വെക്കാനാണ് കേട്ടോ. അത് മാത്രമല്ല ഇപ്പോൾ ചൂട് സമയമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് കോഴിൻ്റെ കൂടെയൊക്കെ കുറച്ച് കുമ്പളങ്ങയായിട്ട് കറി വെച്ചാലൊക്കെ നല്ലതാണ്. കുമ്പളങ്ങയൊക്കെ ശരീരത്തിന് നല്ല തണുപ്പുള്ള ഒരു ഐറ്റംസ് ആണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് കോഴിൻ്റെ മണമൊക്കെ കിട്ടിയാൽ മതി. നോമ്പ് സമയമൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ ഇത്തിരി ചിക്കൻ്റെ മണം കിട്ടിയാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചാറോട് കൂടി തന്നെ കറി വെക്കാനാണ് കേട്ടോ. കോഴി കുറച്ചെടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും കേട്ടോ. അത് 3 കൂടി ഇട്ടിട്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ ഇന്ന് പടുവല്ലെങ്കിൽ ആ പരിപ്പൊക്കെ ഇട്ടിട്ട് ഒരു ഒഴിച്ചേറിയും പയറും കിഴങ്ങും കൂടി ഒരു മെഴുക്ക് വരട്ടി അതൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ കരുതി ഞാൻ പയറും കിഴങ്ങൊക്കെ മുറിച്ച് വെച്ച് കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇക്ക പണി കഴിഞ്ഞ് വരുമ്പോൾ കോഴിയുമായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ വെട്ട് കഴിഞ്ഞ് വരുമ്പോൾ കോഴിയായിട്ട് വന്നു. ഒരു 9 മണിയാകുമ്പോഴേക്കൊക്കെ ഒക്കെ എത്തിയിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ വേഗം പ്ലാനിങ് ഒക്കെ മാറ്റി. എന്തായാലും ഉപ്പേരിക്ക് മുറിച്ച് വെച്ചത് ഉപ്പേരി അങ്ങോട്ട് വെക്കും. ഇങ്ങനെ മെഴുക്ക് കയറ്റി വെച്ചാക്കി ഞാനൊക്കെ നല്ലപോലെ കഴിക്കും കേട്ടോ. കുട്ടികൾക്കും ഇഷ്ടമൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ ഉപ്പേരി അടുപ്പത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഒന്ന് നെയ്ച്ചോറാക്കാം എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ പത്തിരി ഉണ്ടാക്കണില്ല, 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് പത്തിരി ആയിരുന്നല്ലോ. അപ്പോൾ നെയ്ച്ചോറാകുമ്പോൾ പെട്ടെന്ന് പണിയും കഴിയുമല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഒന്ന് നെയ്ച്ചോറാണ് കേട്ടോ ആക്കുന്നത്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഞാൻ എന്താ വെക്കുകയാണ്. അപ്പോൾ തേങ്ങയൊന്നും അരച്ചൊഴിക്കുന്നില്ല, വറുത്തരച്ച് വെച്ചാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഇക്കാക്ക് തേങ്ങ ഒഴിച്ച് ചിക്കൻ കറി വെക്കുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ. വറുത്തരച്ചിട്ടാണെങ്കിൽ അവർക്ക് ഇങ്ങനെ നല്ലോണം എരിവൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള കറികളൊക്കെയാണ് കേട്ടോ ഒരുപാട് ഇഷ്ടം. തേങ്ങ ഒഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ കറി വെക്കാൻ നേരത്ത് നോക്കിയപ്പോഴാണ് ചിക്കൻ മസാല കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് മോളെ വിട്ടിട്ട് ഒരു കവർ ചിക്കൻ മസാലയും കൂടി വാങ്ങിച്ചിരുന്നു, അതും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്നും വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനും കിഴങ്ങും ആദ്യം ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതൊരു ഹാഫ് വേവാകുന്ന സമയത്താണ് ഞാൻ കുമ്പളങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ അതിൽ ആ കുമ്പളങ്ങ എടുത്ത് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അധികം ചിക്കനൊന്നും കഴിക്കില്ല, ആ കറിയും പിന്നെ ആ കുമ്പളങ്ങ കേട്ടോ ഞാൻ ഒരുപാടൊക്കെ ഞാൻ എടുത്ത് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നും ലൈക്ക് അടിക്കണവരോടല്ല, ചിലരൊക്കെ ലൈക്ക് അടിക്കാൻ മറന്നു പോകുന്നുണ്ട്, അവരോടാണ് പറയുന്നത് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ പുതിയ കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ. പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോ കാണാത്തതൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിലൊക്കെ കയറിയിട്ട് ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണേ. പിന്നെ ഇതൊരു പകുതി വേവ് ആയതിന് ശേഷം കുമ്പളങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുമ്പളങ്ങയൊക്കെ ഇട്ട് കറി വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കറി വെച്ച് നോക്കിക്കുക, നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ചൂട് സമയത്ത് ചിക്കൻ മാത്രം അങ്ങനെ കഴിക്കേണ്ട, അതിൻ്റെ കൂടെ കുറച്ച് കുമ്പളങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ സൂപ്പറാണ്. അപ്പോൾ ഈ സമയം തന്നെ ഞാൻ പയറുപ്പേരിയും ആക്കിയിട്ടുണ്ട് കേട്ടോ. അടുപ്പത്ത് പയറും കുറച്ച് കിഴങ്ങും കൂടിയിട്ട് മുറിച്ചിട്ട് ഒരു മെഴുക്ക് വരട്ടി പോലെ അതും റെഡിയാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനുണ്ടാക്കിയ സമൂസ കണ്ടിട്ട് ഒരേ ചിരിയായിരുന്നു കേട്ടോ. അപ്പോൾ പാവം തോന്നിയിട്ട് ആളെനിക്ക് പിന്നെ അതിൻ്റെ ഒരു സമൂസ ഷീറ്റ് മേടിച്ച് കൊണ്ടുവന്നു. അപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് പെട്ടെന്ന് നല്ല ഭംഗിയിലൊന്നും ഇങ്ങനെ സമൂസ അങ്ങനെ കവർ ചെയ്യാനൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ മൈദമാവൊക്കെ പേസ്റ്റാക്കി അതും എടുത്തിട്ടുണ്ട്. പിന്നെ ആ മസാലയും അതെല്ലാം കൂടി ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ഒക്കെ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ ഒക്കെയാണ് എനിക്കത് സമൂസയൊക്കെ ഒന്ന് ചുറ്റി തരുന്നത് കേട്ടോ. അപ്പോൾ അവർ പെട്ടെന്ന് അങ്ങോട്ട് ചുറ്റും വേഗം അവർക്കത് ചുറ്റാൻ കഴിയും കേട്ടോ. മോളും ഒരുവിധം ചുറ്റുമൊക്കെ ചെയ്യും, എനിക്ക് പെട്ടെന്ന് കിട്ടില്ല. ആദ്യം ഒരു 2-3 ചളകുളമായി പോകും കേട്ടോ. പിന്നെ ഒരു ഷീറ്റിന് ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ നോക്കുമ്പോൾ ആ ഷീറ്റ് മുറിഞ്ഞും പോകില്ല. വെറുതെ എന്തിനും വേസ്റ്റ് ആക്കണമെന്ന് കരുതിയിട്ട് ഞാൻ ആ പണിക്കൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ പഠിക്കാണ്ടിരിക്കണം തന്നെ ഒന്ന് നോക്കുമ്പോൾ നല്ലത്, കാരണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ പണിയും കൂടെ ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ ആ പണി ചെയ്യാൻ ഒരാൾ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു പണി നമുക്ക് ലാഭമല്ലേ. അപ്പം ഞാനിത് ഇക്കാൻ്റെ അടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അവർ എല്ലാം ശരിയാക്കി തരുന്നുണ്ട്. അപ്പോൾ അവർ നല്ല അടിപൊളിയായിട്ട് സ്പീഡിൽ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ചുറ്റിയെടുക്കും കേട്ടോ. എനിക്കൊന്നും അത് കിട്ടില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഇതേപോലെ ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു നോക്കി, ഒരുപാട് ചുറ്റി നോക്കി, പെട്ടെന്ന് അങ്ങോട്ട് എനിക്ക് കിട്ടണില്ല കേട്ടോ. എങ്ങനെ നോക്കിയാലും എനിക്ക് നല്ല ഭംഗിക്ക് വൃത്തിയായിട്ട് ഇതേപോലെ അങ്ങോട്ട് മടക്കിയെടുക്കാൻ എനിക്ക് കഴിയണേ ഇല്ല.
പിന്നെ എക്കുള്ളത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ എന്താണ് നെയ്ച്ചോറൊക്കെ വെക്കണ അതിന് മുമ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവർക്ക് ഇങ്ങനെ സമൂസ ഷീറ്റൊക്കെ ചിറ്റാൻ കൊടുത്തത്. അതിന് ശേഷമാണ് ഞാൻ പിന്നെ നെയ്ച്ചോറൊക്കെ വെക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത് അസറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുള്ളത്. കറി മാത്രമാണ് വെച്ചത്. നേരത്തെ കറി വെക്കലും ഉപ്പേരി ഉണ്ടാക്കലും പിന്നെ ഈ മസാല റെഡിയാക്കലും അതൊക്കെയാണ് കേട്ടോ ആദ്യം ചെയ്തത്. അപ്പോൾ അതൊക്കെ എല്ലാം അങ്ങനെ ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല വൃത്തിക്ക് ഭംഗിയിലൊക്കെ അത് ചുറ്റുന്നുണ്ട്. ആൾക്ക് വീഡിയോ എടുക്കുന്നതിലൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ വേറെ അവിടെ ഇങ്ങനെ എന്നെ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തണ്ട എന്നൊക്കെ അവർ പറയണമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്നിങ്ങനെ സോപ്പിട്ടു. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് കണ്ട് ഉപകാരപ്പെട്ടോട്ടൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇതുപോലെ സമൂസ ഷീറ്റ് ചിറ്റാൻ അറിയാത്തവരുണ്ടെങ്കിലോ പറഞ്ഞപ്പോൾ അവരെന്നെ ഇങ്ങനെ തുറച്ച് നോക്കിയിട്ടാണ്. അപ്പോൾ ആൾക്ക് മനസ്സിലായി ഞാനിങ്ങനെ ഒരു സോപ്പിട്ട പോലെ പറഞ്ഞതാണെന്ന്. അപ്പോൾ ഇതിപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ അടിച്ച് നോക്കിയാൽ എല്ലാവർക്കും അറിയില്ല. ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാണ്, എനിക്കൊന്നും കിട്ടണില്ല. പിന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ ഒന്ന് പഠിച്ചെടുക്കണം എന്നൊന്നും. അപ്പോൾ ഇൻട്രസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ എന്തും ആരും എപ്പോഴും എങ്ങനെയും പഠിച്ചെടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇത് ചെയ്യാനറിയുന്ന ആളൊക്കെ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അതിന് വലിയ ഒരു കാര്യമാക്കി ഞാൻ എടുത്തില്ല കേട്ടോ. അങ്ങനെ അവരിതാ സമൂസ ഷീറ്റൊക്കെ ചിറ്റണ നേരം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ജ്യൂസൊക്കെ അടിച്ച് വെച്ചിരുന്നു. ക്യാരറ്റും പഴവും ഒക്കെ ഇട്ടിട്ട് പാലൊക്കെ ഒഴിച്ചിട്ട് അത് ജ്യൂസൊക്കെ അടിച്ച് അത് ഞാനിതാ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതെല്ലാം പണിയും കഴിഞ്ഞ് ലാസ്റ്റാണ് നെയ്ച്ചോറ് വെക്കാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് വെച്ച് ദമ്മിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സമൂസ പൊരിക്കാൻ വേണ്ടി നിന്നത്. അപ്പം നമുക്ക് നമ്മുടെ അടുക്കളയിൽ എന്നും ഇതുപോലെയൊക്കെ ഉണ്ടാവണം എന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഉള്ള സമയത്തൊക്കെ നല്ലപോലെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ നോമ്പൊക്കെ അല്ലേ, അത് മാത്രമല്ല ഇവിടെ എൻ്റെ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു ഇങ്ങനെ വാടകയ്ക്കൊക്കെ വന്ന് ഇവിടെ അന്യനാട്ടിൽ താമസിക്കുകയാണ്. നമ്മുടെ കുടുംബക്കാരൊന്നും അടുത്തില്ല, പിന്നെ അടുത്തധികം വീടുകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആകുമ്പോൾ പള്ളിയിലൊക്കെ പോയി നോമ്പ് തുറക്കാൻ ഇഷ്ടം പോലെ എല്ലാ ഫുഡും അവർക്ക് കഴിക്കാൻ പറ്റും. മാത്രമല്ല അവിടെ ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ അടുത്തുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തുണ്ടെങ്കിലും ഫുഡുകൾ ഉണ്ടാക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തിട്ടൊക്കെ നല്ല സഹകരണമാണ് കേട്ടോ. അതുകൊണ്ട് ഒരു നേരം നമ്മുടെ വീട്ടിൽ പോയി ഒന്നും അധികം നേരം ഒന്നും വെച്ചില്ലെങ്കിലും അടുത്തുനിന്നൊക്കെ ആണെങ്കിലും എൻ്റെ നാത്തൂന് അടുത്തുണ്ട്, അങ്ങനെ എല്ലാവരും അടുത്തുണ്ട്. അവരൊക്കെ അങ്ങനെ ഇങ്ങനെയും കൊടുക്കുമ്പോഴൊക്കെ മക്കൾക്കൊക്കെ നല്ല ഹാപ്പിയാണ്. ഇവിടെ അങ്ങനെയല്ല കേട്ടോ, ഞാൻ എൻ്റെ അടുക്കളയിൽ വെച്ചുണ്ടാക്കണം അത് മാത്രമുള്ളൂ എൻ്റെ മക്കൾക്ക് കഴിക്കാൻ കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആവുന്നതും എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ഞാൻ മക്കൾക്കൊക്കെ നല്ലപോലെ വേഗം വെച്ച് കൊടുക്കാനൊക്കെ നോക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ നോമ്പും അല്ലേ, പിന്നെ പള്ളിയിലെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ചിങ്ങനെ ദൂരം ഉള്ളത് കൊണ്ട് തന്നെ അതിലെങ്ങനെ പള്ളിയിലൊന്നും പോയി നോമ്പ് തുറക്കാനൊന്നും നിൽക്കില്ല കേട്ടോ. അപ്പോൾ നോമ്പ് തുറന്ന് കഴിഞ്ഞതും പിന്നെ എനിക്ക് കുറച്ച് കിടക്കണം എന്നൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ പള്ളിയിലൊന്നും അങ്ങനെ പോവില്ല. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കിയാലേ ഉള്ളൂ അല്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ എന്തുണ്ടാക്കണം അത് മാത്രം എൻ്റെ മക്കൾ കഴിക്കണുള്ളൂ. അല്ലാതെ ഇപ്പോൾ പുറത്തുനിന്ന് അവിടുന്ന് ഇവിടെ അങ്ങനെ കിട്ടണം എന്ന് പറഞ്ഞിട്ടല്ല. അതൊക്കെ ഒരു സന്തോഷമാണ്, ഒരു സ്നേഹമാണ്. ഇപ്പോൾ നോമ്പ് സമയമാണെങ്കിലും നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളവരൊക്കെ കുടുംബക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ കൊടുത്ത് കഴിക്കുന്നതൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ കിട്ടണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ സമയം കൊണ്ട് തന്നെ സമൂസ ഷീറ്റ് ഫുള്ളും മടക്കി കഴിഞ്ഞു. അപ്പോഴേക്കും എൻ്റെ ചോറ് വെക്കലും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നെയ്ച്ചോറൊക്കെ ഞാനത് ദമ്മിട്ടിട്ടുണ്ട്. പിന്നെ അതാ സമൂസ പൊരിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞപ്പോൾ ഇന്നത്തോടെ എണ്ണക്കടിയൊക്കെ നിർത്തി, ഇനി എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ, ഇനി എന്തെങ്കിലുമൊക്കെ ആവിയിലൊക്കെ പുഴുങ്ങിത്തരാം, അടയോ കൊഴക്കട്ടി അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരാമെന്നൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്കയും പറയുന്നുണ്ട് എന്നും ഇവിടെ എണ്ണക്കടിയൊന്നും വേണ്ട, അതൊന്നും ശരിയല്ല, പ്രത്യേകിച്ച് ചൂട് സമയം, അപ്പോൾ നോമ്പ് തുറന്നതും ഈ എണ്ണക്കടിയൊന്നും അധികം കഴിക്കണ്ടെന്ന് ഇക്കയും പറയണൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ സമൂസ പൊരിച്ച് കഴിഞ്ഞതും പിന്നെ തരിക്കഞ്ഞിയും കുറച്ച് കാച്ചിയെടുക്കണം. അപ്പോൾ അതിനുള്ളത് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ മോൾ അവിടെ സേമിയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മുറിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ മുഴുവൻ സേമിയും മുറിച്ച് നെയ്യിലൊക്കെ ഒന്ന് വറുത്തെടുത്ത് വെക്കുകയാണ് ചെയ്തത്. ആ സമയമാകുമ്പോൾ നമുക്ക് കുറച്ചെടുത്ത് പെട്ടെന്ന് റെഡിയാക്കാമല്ലോ. അപ്പോൾ ഇപ്രാവശ്യം നോമ്പിൻ്റെ തലേ ദിവസമാണ് നമുക്ക് സേമിയൊക്കെ ഞാൻ പോയി വാങ്ങിയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ല. പിന്നെ ഇന്ന് തണ്ണിമത്തനൊന്നും ഇല്ല കേട്ടോ. തണ്ണിമത്തനൊക്കെ കഴിഞ്ഞപ്പോൾ എന്നും നമ്മളിങ്ങനെ ഫ്രൂട്ട്സ് വേണം, അങ്ങനെ തണ്ണിമത്തൻ എന്നും വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പം നമ്മുടെ ഭർത്താക്കന്മാർക്ക് ഉള്ളതൊക്കെയല്ലേ അവർക്കും ചെയ്തു തരാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ അവർ പോയി വാങ്ങിക്കൊണ്ട് വരികയൊക്കെ ചെയ്യും. ഞങ്ങൾ പിന്നെ അതിനൊന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെയും പോട്ടെ അല്ലേ. പിന്നെ തരി കാച്ചിയതുണ്ട്, ക്യാരറ്റ് ജ്യൂസ് ഉണ്ട്, പിന്നെ നാരങ്ങ വെള്ളം കലക്കിയതുണ്ട്, നന്നാരി ഇട്ടിട്ട്, പിന്നെ എണ്ണക്കടിക്ക് സമൂസ പൊരിച്ചതുണ്ട്,
മാഷാ അല്ലാ. അപ്പോൾ ഇത് തന്നെ നമുക്കൊക്കെ ധാരാളമാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എനിക്കൊരു ആർഭാടമായിട്ട് തന്നെയാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് നമ്മുടെ മേശപ്പുറത്ത് നിറയ്ക്കണം എന്നൊന്നും ഞാനൊന്നും ആഗ്രഹിക്കണമൊന്നുമില്ല. എന്തെങ്കിലും ഒരു നേരത്തെ ഒരു ഫുഡ് കുറച്ച് നല്ലപോലെ കഴിക്കണം. പിന്നെ കുട്ടികൾക്ക് അവരുടെ കാര്യം നല്ലപോലെ നോക്കണം. അതൊക്കെ തന്നെ എന്നെപ്പോലെ തന്നെ എല്ലാ വീട്ടമ്മമാരും ഇതൊക്കെ എന്നെയല്ലേ ആഗ്രഹിക്കുന്നുണ്ടാവുക. അങ്ങനത്തെ എൻ്റെ സമൂസ ചുടൽ പണിയൊക്കെ കഴിഞ്ഞ് കിട്ടി. പിന്നെ ഒരു കുറച്ച് ചിക്കൻ പീസ് ഞാനതൊന്ന് മാറ്റി വെച്ചിരുന്നു കേട്ടോ. വളരെ കുഞ്ഞതായി മുറിച്ചിട്ട് കുറച്ച് ചിക്കൻ പീസും കൂടി ഞാൻ മാറ്റി വെച്ചിരുന്നു കറി വയ്ക്കുന്നതിന് തന്നെ. ഇത്രയും ചിക്കൻ തന്നെ മാറ്റി വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ആ സമൂസ പൊരിച്ച അതേ ഓയിലിൽ തന്നെയാണ് ഞാൻ ആ ചിക്കനും കൂടെ ഒന്ന് വഴക്കി പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആ സമയം വേറെ അടുപ്പിൽ ഞാൻ തരി കാച്ചാനുള്ളതും റെഡിയാക്കി എടുക്കുന്നുണ്ട്. എനിക്ക് തരി കാച്ചിയത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നോമ്പ് സമയത്തെന്ന് പറഞ്ഞാൽ തരിനോട് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഓവർ മധുരമൊന്നും ഇടാതെയാണ് ഞാൻ തരി കാച്ചുക. അപ്പോൾ ഞാൻ ശർക്കര ഇട്ടിട്ട് തരി ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ മോൾക്ക് ശർക്കര ഇടുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവൾ പഞ്ചസാര ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഞാനും മോളും മാത്രം തന്നെ തരിയൊക്കെ കുടിക്കുള്ളൂ. മോൾക്ക് അത്ര നിർബന്ധമല്ല, എന്നാലും ഞാൻ കുടിക്കുമ്പോൾ അവളും അങ്ങനെ ഒരു ഗ്ലാസ് മേടിച്ച് കുടിക്കും. അപ്പോൾ കുറച്ച് സേമിയ ഒന്ന് ലേശം നെയ്യൊക്കെ ഒഴിച്ചിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ സ്പൂണിന് ഒരു 3-4 സ്പൂണ് റവയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് റവ ഇട്ട് കൊടുക്കുന്നില്ല. ഒരുപാട് കട്ടിക്ക് തരി കാച്ചിയത് കുടിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നല്ല ലൂസ് പോലെ അളവിലെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ആ കവറിൽ ഇട്ട് കൊടുത്തത് പഞ്ചസാരയാണ്. ഈ കവറിൽ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ എപ്പോഴും പഞ്ചസാര 2 കിലോ 3 കിലോ അങ്ങനെ എത്ര മേടിച്ചാലും ഞാൻ ഓരോ പിടി പഞ്ചസാര എടുത്ത് മാറ്റി വെക്കും കേട്ടോ. കാരണം എന്തെങ്കിലും പെട്ടെന്ന് തീരെ തീർന്നു പോയാൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കുടിക്കണമെങ്കിൽ അതൊന്ന് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യും. അപ്പോൾ എന്നെപ്പോലെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. പഞ്ചസാര എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വന്നാൽ ഒരു കൈപ്പിടി ഒന്നും മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ സേമിയ ഞാൻ ഇതിലിട്ട് കൊടുത്തു. കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തു. ഓവർ പാലൊന്നും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. കുറച്ച് പാലും വെള്ളവും പിന്നെ ഒരു പട്ട, ഒരു ഗ്രാമ്പു, ഒരു ഏലക്കായിട്ട്. അപ്പോൾ ചിലരിത് ഇടാതെയും വെക്കും. എനിക്കിങ്ങനെയൊക്കെ ഇട്ട് തരിക്കഞ്ഞി വെക്കുന്നതാണ് കേട്ടോ നല്ല ഇഷ്ടം. ലാസ്റ്റ് നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വന്നതിന് ശേഷം കുറച്ച് ചെറിയുള്ളി എടുത്ത് നെയ്യിലൊന്ന് മൂപ്പിച്ചിട്ട് അതും ഇട്ട് കൊടുക്കും. അപ്പോൾ ചിലർ ചെറിയുള്ളി ഒന്നും ഇടാതെയും തരിക്കഞ്ഞിയൊക്കെ വെക്കുക. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നിലത്തിരുന്നിട്ടാണ് നോമ്പ് തുറക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പം മുകളിൽ മേശയ്ക്ക് മീതെ ഇരുന്ന് പറഞ്ഞാൽ അയാൻകുട്ടി ഭയങ്കര ശല്യമാണ് കേട്ടോ. മേശയ്ക്ക് മീതെ കയറിയിട്ട് അവന് സ്റ്റൂള് വേണം, കസേര വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ താഴെ ഇരുന്നിട്ടാണ് നോമ്പ് തുറക്കലും ഫുഡ് കഴിക്കുമ്പോഴെല്ലാം ഇപ്പോൾ താഴെ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ നോമ്പ് തുറക്കലെല്ലാം കഴിഞ്ഞ് നമസ്കാരം എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങളിത് ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പിന്നെ അത്താഴത്തിന് മക്കൾ ഈ ചോറ് തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ നിലത്തിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഞങ്ങളും ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ കുറച്ച് അച്ചാറൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പയറുപ്പേരി എടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറിന് പയറുപ്പേരി കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ തന്നെ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.